ഒരു ഫോട്ടോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫോട്ടോ, ആ ഫോട്ടോ ആയിട്ട് ഇറങ്ങി എന്നിട്ട് പറയാം ഇതിന്റെ വീഡിയോ കണ്ടിട്ടോ, ഞാൻ നാളെ മറ്റന്നാളായിട്ട് വീഡിയോ കണ്ടിട്ടോ, മുല്ലപ്പൂണ്ട്. മാത്രമല്ല ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കറിയാലോ, പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതും നോക്കാൻ പറയുന്നതും മാലയിട്ട് കൊടുക്കുന്നതും ഇതൊന്നും ഞങ്ങളായിട്ടിടൂല. നിങ്ങൾ ഓരോ പ്രഭാഷകരെയും യൂട്യൂബർമാരെയും അണികളെയും നിലക്ക് നിർത്തിയേക്ക്. അണികളെ നിലക്ക് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. അണികളെ കയറൂരി വിട്ടാൽ ഞങ്ങൾക്ക് സമ്മതത്തിന്റെ കുറവേ ഉള്ളൂ. സമ്മതം കിട്ടിയാൽ ഓരോന്നോരോന്ന് കൊണ്ടുവരും. ഞങ്ങളെ കയ്യിലുള്ള വീഡിയോകളും ഓഡിയോ ഇത് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അത് നിങ്ങളെ സംഘടനക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. വലിച്ചു പുറത്തുവിടും ഞങ്ങൾ. ഞമ്മക്ക് ആ മുല്ലപ്പൂ ഒന്ന് പൊട്ടിച്ചാലോ, എന്നിട്ടൊട്ടവനെ ഇവനെ ആ വീടൊക്കെ ഞങ്ങളെടുത്തിട്ട് ഇത് രഹസ്യമായി ചെയ്തതൊന്നല്ലത്, ഇത് പരസ്യമായി പോയത് തന്നെയാണ്. ഞങ്ങൾ പല ആവശ്യത്തിനും പല ആഴത്തും പോകും. എന്നിട്ട് ആ വീഡിയോ ഒന്ന് ആദ്യം നിങ്ങൾ കാണി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ, ഒരു മിനിറ്റ്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, ഞാനത് ഇവിടെ തന്നെ പറയാന്ന് വിചാരിച്ചാണ് ഇതുവരെ ഞാനത് പറയാതിരുന്നത്. എന്റെ കയ്യിൽ ആ വീഡിയോ ഒന്നുകൊണ്ട്, എന്റെ കയ്യിൽ നിങ്ങളടുത്തുള്ള ഫോട്ടോ മാത്രമല്ല, ഈ വീഡിയോ ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇത് നമ്മൾ പോയതല്ലേ, പിന്നെ എങ്ങനെ നമ്മളെടുത്തുണ്ടാവില്ല വീഡിയോ? ഇപ്പം വിചാരിച്ചത് നമ്മൾ രാത്രി എപ്പോഴോ മുണ്ടിട്ട് മൂടിയിട്ട് ഇങ്ങനെ എന്തോ ആവശ്യത്തിന് പോയതാണ്. അല്ല, അങ്ങനെ പല ആളുകളെടുത്തും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പോയിട്ടുണ്ട്. എന്തിനാ പോയതെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഒരു ഫോട്ടോ വിട്ടിട്ട് ഇനി വീഡിയോ ഉണ്ട്, മുല്ലപ്പൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്ര മുല്ലപ്പൂ കണ്ടതാ സഹോദരന്മാരെ. അതൊന്ന് ഇട്ട് കൊടുക്കാതെ ഇത് കാന്തപുരം ഉസ്താദാണത്. ചെറിയ പി ഉസ്താദ് ഉണ്ടെങ്കിൽ നോക്കി. ഇതാണ് ഇപ്പൊ മുടും മുടും എന്ന് പറഞ്ഞ വീഡിയോ. നിങ്ങളാണ് കണ്ടോളി. മുല്ലപ്പൂ കണ്ടില്ല നിങ്ങള്? മുല്ലപ്പൂ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഇട്ടെടുത്തോ നോക്കിട്ടോ, അത് കൃത്യമായിട്ട് നോക്കിയാളി. ഞങ്ങട്ടാരും ഇങ്ങോട്ടാരും വേണ്ടിയില്ല, അതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്. മുല്ലപ്പൂ ഞങ്ങട്ടിട്ടാലും വേണ്ടിയില്ല, അങ്ങോട്ട് ഇട്ടാലും വേണ്ടിയില്ല. കണ്ടില്ല നിങ്ങള്? ഇനി ആണോ ഒന്നുകൂടി ഇട്ടു? കണ്ട, ഇതാണ് ഇപ്പൊ ഇടും ഇടും. അങ്ങനെ എത്ര വീഡിയോ ഒക്കെ ഇടും. അതില്ലാത്ത മാരിഫത്തും പറ്റൂല. മാരിഫത്ത് അതാണ് ഹസനത്ത്. റബ്ബനാതിനാ ഫിദ്ദുനിയ ഹസനത്ത് എന്ന് പറഞ്ഞാൽ അത് മറ്റാളോട് പറയാണ്. ഇൽമൊന്നുമില്ലാതെ മാരിഫത്തും പറഞ്ഞ് അടക്കണ്ടെന്ന് മറ്റാളോട് പറയാണ്. സുബ്ഹാനല്ലാഹ്. കണ്ടില്ല നിങ്ങള്? ഇതാണ് ഇപ്പൊ ഇടുവലോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണ വീഡിയോ. ഇത് ഇട്ടിട്ടില്ല തരാം, ഇടുവലോ. ഇതിപ്പോ ഇടുവ കണ്ടില്ലപ്പോ. ഇനി ഇടണം നിങ്ങൾക്ക്, ഇനിയുണ്ട് വീഡിയോ, ഇനി ഇടണോ? വേറെയും വീഡിയോ ഉണ്ട്. ഇവരെ വിചാരം ഇതൊന്നും നമ്മള് എന്തല്ല, അള്ളാഹുവിന്റെ ദീന് പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നേതൃത്വം നേതാക്കളായത് കൊണ്ടാണ് അവരെ നമ്മൾ നേതാക്കളായിട്ട് അംഗീകരിക്കുന്നതും. ഇതൊന്നും നമ്മളൊന്നും അറിയാതെ ശൈഖുന കാന്തപുരം ഉസ്താദ് അവിടെ പോകുന്നുണ്ടല്ലോ ഇവിടെ പോകുന്നുണ്ടല്ലോ, അനുയായികളോട് വേറെ പറയാണ്, മുനാഫിക്കാണ് എന്നാ അവൻ പറഞ്ഞത്. വറവുണ്ടോ അബൂബക്കർ മുസ്ലിയാരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നാ ഓന്റെ നാവ് കൊണ്ടോ ചോദിച്ചത്. ആ ചോദിച്ചവനോടും ചോദിക്കാണ്, നിന്റെ വറവ് മൈസൂരത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ സാഹിബുൽ വഖത്തിന്റെ, ഞാൻ ഇടണോ? നിന്റെ കയ്യിലുണ്ടത്. മൈസൂരിൽ കല്യാണം നടന്നല്ലോ, ആ കല്യാണം നടന്നതിന്റെ ഫോട്ടോവും വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട്. നല്ല വറഹാണയിലുള്ളത്. നിന്റെ സാഹിബുൽ വഖത്തിന്റെയും അതിന്റെ തൊട്ടടുത്തുള്ളതിന്റെയും അതിന്റെ താഴെയുള്ള TMC അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഇടണോ? ആ വറവ് ഞങ്ങൾക്ക് ഇതിലും വേണ്ട. ആണും പെണ്ണും കൂത്താടുന്ന അത്തരം വറവ് ഞങ്ങളത് അംഗീകരിക്കൂല. എന്നിട്ട് അതൊക്കെ നടത്തിയിട്ട് ഇവൻ പറയാ, കാന്തപുരം മുസ്ലിയാരെ നിങ്ങൾക്ക് വറവുണ്ടോ? ഇതൊന്നും ഇട്ടിട്ട് ആളുകൾ ഇതൊന്നും നമ്മളിതൊന്നും അല്ലല്ലോ നമ്മളെ ലക്ഷ്യം. ആളുകൾക്ക് പല തെറ്റുകളും അങ്ങനത്തെ ആളുകൾക്ക് പലതും. പക്ഷെ ദീനാണിത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരിക. അതുകൊണ്ടല്ലാതെ ഞാനിത് പറയാറില്ല, ഞാനിതങ്ങനെ പറയാറില്ല. ഞാൻ അള്ളാഹുവിന്റെ ദീൻ എന്താണെന്നും അതുപോലെ തന്നെ ഔലിയാക്കൾ ആരാണ് എന്നും ദീനിന്റെ ശരിയായ മാർഗം എന്താണെന്നും ഇതേ നമ്മൾ പറയാറുള്ളൂ. എന്നെ ശൈഖുനെ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അടുക്കല് ഓതി പഠിച്ചാളാ ഞാന്. ആ കാന്തപുരം ഉസ്താദ് ഞങ്ങൾക്കൊരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്.
അള്ളാഹുവിന്റെ ദീൻ എന്താണ് എന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ആരാ കാന്തപുരം ഉസ്താദ് നിങ്ങൾക്കറിയില്ല. ഈ പറഞ്ഞവന് കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് ഒന്ന് പഠിച്ചിട്ടുണ്ടോ? കാന്തപുരം ഉസ്താദ് ആരാണെന്ന് ഇനി നിങ്ങൾ അറിയണം. സുബ്ഹാനല്ലാഹ്, ഞാൻ അത് പറയുന്നതിന് മുന്നേ ഇടയ്ക്കൊന്ന് പറയാ. അൽഹംദുലില്ലാഹ്, ഞാന് സൗദി അറേബ്യയില് ചെന്ന് അവിടെ മർക്കസിന് തലക്കല്ലിട്ട മുഹമ്മദ് അലവി മാലിക്കി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹാനാണ്, വലിയ ഹദീസ് പണ്ഡിതനുമാണ്. മഹാനവർകൾ ഹറമിലെ മുദരിസായിരുന്നു. അവരുടെ വാപ്പ അലവി മാലിക്കി ഹറമിലെ മുദരിസായിരുന്നു. അവരുടെ വാപ്പ അങ്ങനെ പാരമ്പര്യമായിട്ട് ഹറമിൽ ദർസ് നടത്തിയിരുന്ന മഹാന്മാരാ. അങ്ങനെ ഹറമില് ദർസ് നടത്തിയിരുന്ന അവര് അവിടുത്തെ വീട്ടിൽ റുസൈഫയിൽ വെച്ചുള്ള ദർസ് പിന്നീട് അവിടെ സ്വഹീഹുൽ ബുഖാരി ദർസ് നടക്കാറുണ്ട്. ഹദീസ് പണ്ഡിതനാണ്. ആ ദർസിൽ ഞാൻ കുറെ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിന്റെ അടുക്കൽ 1 കൊല്ലം ഞാൻ സ്വഹീഹുൽ ബുഖാരി പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷം ഞാൻ ഗൾഫിൽ പോയി മുഹമ്മദ് അലവി മാലിക്കിയുടെ ദർസിൽ 1 വർഷത്തോളമല്ല 10-15 വർഷത്തോളം അവിടെ നിന്ന് നടക്കുന്നത്. ഞാൻ ഗൾഫിൽ നിന്നിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക സമയത്തും ഞാൻ അവിടുത്തെ ദർസിൽ പോയിട്ടുണ്ട്. അങ്ങനെ ദർസിൽ ബുഖാരിയിൽ നിൽക്കുമ്പോ ഒരു ഹദീസ് ഇങ്ങനെ ഓതുമ്പോ പല റിപ്പോർട്ടുകളും പറയും. ആ കൂട്ടത്തില് ഒരു ഹദീസ് ബയാൻ ചെയ്യുമ്പം അൻതും അയലമു ബിദുന്യാക്കും, ബഹുമാനപ്പെട്ട സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ദുന്യാവിന്റെ കാര്യം ഏറ്റവും അധികം നിങ്ങൾക്കാണ് അറിയാ എന്ന നേരെ അതിന്റെ അർത്ഥം. അത് പറയാനുണ്ടായ സാഹചര്യം എന്താ? നബി ഒരിക്കൽ പറഞ്ഞു, ഈ ഈത്തപ്പന മരങ്ങൾക്ക് പൂമ്പടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും ഈത്തപ്പഴം ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ ഇത് കണ്ടപ്പോ റസൂൽ ഒരിക്കൽ പറഞ്ഞു, പൂമ്പടി അങ്ങോട്ട് ഇട്ടാലില്ലെങ്കിലൊക്കെ അല്ലാഹ് ഉദ്ദേശിച്ചാലേ പഴം ഉണ്ടാവുള്ളല്ലോ, അത് ഇട്ടിട്ടില്ലെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇവര് പിറ്റത്തെ കൊല്ലം പൂമ്പൊടി ഇട്ടില്ല. അന്നാണെങ്കിൽ കാരക്ക ഉണ്ടായതുമില്ല, വളരെ കുറവാ. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പരാഗണം നിർത്തിവെച്ചു, കാരക്ക കുറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ അൻതും അയലമു ബിദുന്യാക്കും, നിങ്ങളെ ദുന്യാവിന്റെ കാര്യം കൊണ്ട് നിങ്ങൾ ഏറ്റവും അറിയുന്നവനാണെന്ന് നേരെ അർത്ഥം വെക്കുക. അക്കപ്പാണ്ടോ റസൂലുള്ളാഹിക്ക് ഭൗതികമായ കാര്യമൊന്നും അറിയില്ല, ദുന്യാവിന്റെ കാര്യം ആർക്കറിയാം, നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം, എനിക്കറിയില്ല എന്നാണല്ലോ ഇപ്പൊ നേരെ അതിന്റെ അർത്ഥം വരിക. അപ്പൊ റസൂലുള്ളാഹിക്ക് ദുന്യാവിന്റെ കാര്യം അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മൗലവിമാരൊക്കെ അർത്ഥം വെക്കാറുണ്ട്. ഞാൻ ഹദീസ് റസൂൽ ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ അടുക്കൽ പഠിക്കുമ്പോ ഞങ്ങളത് ചോദിച്ചു, എന്താണിത്? അപ്പം ഉസ്താദ് ഉടനെ പറഞ്ഞു, മിൻ ഇൽമുക്കും ബി ഉഖ്റാക്കും എന്നാണ്. അഫ്അലു തഫ്ലീലാണ് അയലമു എന്ന് പറയുന്നത്. അഫ്അലു തഫ്ലീലിന് ഒരു മുഫദ്ദലു മിന്നു ഉണ്ടാകും. ആ മുഫദ്ദലു മിന്നു ആരാണ്? നിങ്ങൾക്ക് ആഖിറത്തിന്റെ കാര്യത്തിലുള്ള ശ്രദ്ധയേക്കാൾ കൂടുതൽ ഭൗതിക കാര്യത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഭൗതിക കാര്യം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയും എന്നേക്കാൾ നല്ല അങ്ങട്ടല്ല മുഫദ്ദലു മിന്നു. നിങ്ങൾക്ക് ഉഖ്റവിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തവക്കുല് പറഞ്ഞു കൊടുത്താണ്, ഹഖീഖത്ത് പറഞ്ഞു കൊടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ നിങ്ങൾ ഭൗതിക ഭാഗത്തേക്ക് മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഹദീസ് മാലിക്കി എന്നവര് ദർസ് നടത്തുമ്പോ ആളുകൾ സംശയം ചോദിച്ചു. അപ്പൊ മാലിക്കിക്ക് ഒരു സ്വഭാവമുണ്ട്, സദസ്സില് 10, 200, 300, 500ന്റെ അടുത്ത ആളുകളുണ്ട്. ഇന്ത്യോനേഷ്യക്കാരുണ്ട്, മലേഷ്യക്കാരുണ്ട്, അറബികളുണ്ട്, എല്ലാവരും ഉണ്ട് ശിഷ്യന്മാരായിട്ട്. വലിയ വലിയ ആളുകളാണ് അവിടെ പഠിക്കാൻ വേണ്ടി. അവരോട് ചോദിച്ചു, ഇതിന്റെ അർത്ഥങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആരും മിണ്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇന്ത്യയായിട്ട് അവിടെ ഉണ്ട്, ഞാൻ ഉസ്താദിന്റെ അടുത്ത് അർത്ഥം കേട്ടിണല്ലോ, ഞാൻ ആ അർത്ഥം അങ്ങോട്ട് പറഞ്ഞു. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് എന്നോട് ചോദിച്ചു, ആൻത തിൽമീദു ശൈഖ് അബൂബക്കർ, ഇത് ശൈഖ് അബൂബക്കറിന്റെ ശിഷ്യനാണോ ചോദിച്ചു. കാരണം മൂപ്പർക്കും അറിയാം ഈ ഉത്തരം ആർക്കേ അറിയുള്ളൂ, ശൈഖ് അബൂബക്കറിനെ അറിയുള്ളൂ. ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനം അതാണ് ശൈഖ് അബൂബക്കർ. നിങ്ങൾ ശൈഖ് അബൂബക്കറിനെ പഠിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇത് ഒരു അനുഭവം, അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവനും അവിടത്തേക്ക് പിന്തുണ കൊടുത്തവരല്ലേ. ഈ മാലിക്കി എന്നവര് തന്നെ മർക്കസിന് തറക്കല്ലിടാൻ വന്നു. പിന്നെ വന്നത് നമ്മുടെ ഗോൾഡൻ ജൂബിലിക്കാണ്, SYSന്റെ. അതിന്റെ ഇടയിൽ മർക്കസിന്റെ എത്ര സമ്മേളനം നടന്നു, എത്ര വിഷയത്തിന് ശൈഖുനെ ക്ഷണിച്ചു വന്നില്ല. അതെന്തേ? ബഹുമാനപ്പെട്ടവര് അവിടെ മംലക്ക വിട്ട് പുറത്തു പോകണമെങ്കിൽ റസൂലുള്ളാഹിയേറ്റ് മുനാജാത്ത് നടത്തി അവിടുത്തെ ഇതിനുണ്ടെങ്കിലേ പുറത്തു പോകാവൂ എന്നാണ് പറയപ്പെടുന്നത്, അല്ലാതെ പോകൂല. ഈ ഗോൾഡൻ ജൂബിലിന്റെ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാൻ എനിക്ക് സമ്മതമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഇതിനോടുകൂടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിന് സഹായിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് അലവി മാലിക്കി. ഇനി എന്താ അതിന്റെ അപ്പുറം? നിങ്ങൾ വലിയ സാഹിബുൽ വക്ത് പറയുണ്ടല്ലോ. എന്നിട്ടെന്നാ ഇനി ഇത് പറയാം നമ്മള്. അങ്ങനെ ഇപ്പം അങ്ങനെ പോട്ടെങ്ങനെ ഇട്ടിട്ട്, പോട്ടല്ലപ്പോ വീഡിയോ തന്നെ കണ്ടില്ലേ. മർക്കസിന്റെ കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് സഹോദരങ്ങളെ.
നോളജ് സിറ്റി. ഇങ്ങനെ ഒരു സിറ്റി ലോകത്ത് ഒരു ആലിം ഉണ്ടാക്കി വേറൊരു ആലിം ഉണ്ടാക്കിയണോ? ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ടാക്കിയണോ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി തഹ്ഫീദുൽ ഖുർആനായിട്ട്, ശരീഅത്ത് കോളേജുകളായിട്ട്, വനിതാ കോളേജുകളായിട്ട്, യതീംഖാനകളായിട്ട്, അഗതി അനാഥ മന്ദിരങ്ങളായിട്ട്, സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളായിട്ട് തിരുവനന്തപുരത്ത് പോയ കാണാം സ്വാതന്ത്ര്യ കേന്ദ്രം. കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കി. അതുപോലെ കോഴിക്കോട് സിറ്റിയിൽ എത്ര പള്ളികൾ ഉണ്ടാക്കി. ഇങ്ങനെ കേരളത്തിന്റെ അകത്തും പുറത്തും, ഇന്ത്യയുടെ പുറത്തും. ഞാൻ ജിദ്ദയിൽ പോകുമ്പോ അവിടെ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട്. ദുബൈയിൽ പോയാൽ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട്. ഒരു ഓഫീസ് മാത്രല്ല, അവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ശൈഖുനായുടെ നേതൃത്വത്തിലുണ്ട്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര കോളേജുകൾ ഉസ്താദ് നടത്തും. അതിനൊക്കെ സ്ഥലങ്ങൾ വേണം, അതിനൊക്കെ ഫണ്ടുകൾ ഉണ്ടാകും. ചിലപ്പോ ചില സ്ഥലത്ത് സ്ഥലം വാങ്ങാൻ പോകുമ്പോ സ്ഥലത്തിന്റെ അച്ഛന്മാരെ പോയി കണ്ടിട്ടുണ്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി. പല ഭാഗങ്ങളിലും സ്ഥലം വാങ്ങാൻ പോകുമ്പോ പള്ളിയിൽ അച്ഛന്മാരെടുത്ത് പോയിട്ട് സ്ഥലം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥ അച്ഛനായിരിക്കും. അപ്പൊ പള്ളിയിൽ അഞ്ചറ്റും ഇത് ഫോട്ടോ എടുത്ത് കണ്ടോ, പള്ളിയിൽ അച്ഛനായി ക്രിസ്ത്യാനിയായി കാന്തപുരം എന്ന് പറയാനെങ്കിൽ. സുബ്ഹാനല്ലാഹ്, അമ്പലത്തിലെ മേൽശാന്തിമാരെ കണ്ടിട്ട് അവരുടെ കീഴിൽ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അത് പോയിട്ട് ചോദിച്ചു വാങ്ങും. അള്ളാഹിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് അവരെത്താണ് ആ സ്ഥലം ഉള്ളെങ്കിൽ വാങ്ങും. അപ്പൊ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണോ, മാലിക് ആരാണോ, അവരെടുക്കലേക്ക് തഹ്ഫീദുൽ ഖുർആൻ കോളേജ് ചാത്തമംഗലത്തിനടുത്ത്, തഹ്ഫീദുൽ ഖുർആൻ കോളേജ് കേരളത്തില്, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഇത്ര വ്യാപകമായിട്ട് മർക്കസിലും അതിന്റെ ക്യാമ്പസും ഓഫ് ക്യാമ്പസും ആയിട്ടാണ് ഈ ഹിഫ്ദ് വ്യാപകമായത്. കഴിഞ്ഞ ആഴ്ചയും എന്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകനെ ആ കൂടുള്ള ഇന്ത്യന്റെ പുറത്തൊരു രാജ്യത്ത് പോയി ഹിഫ്ദ് മത്സരത്തിന് വലിയ ഹാഫിദാണ് ത്വഹാ ഉവൈസ്. ഹിഫ്ദ് ഓതി അങ്ങനെ വലിയ സംഖ്യ സമ്മാനം കിട്ടി തിരിച്ച് മിനിഞ്ഞാന്ന് വന്നു. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും, സൗദി അറേബ്യയിൽ നോക്കി നിങ്ങൾ പള്ളിയിലെ ഇമാമുമാരാരാണ്, UAE നോക്കി നിങ്ങൾ വലിയ വലിയ ഇമാമുമാരുടെ പോസ്റ്റിൽ ഖത്തീബുമാരാരാ, ഇവിടുന്ന് ഹിഫ്ദ് പഠിച്ച് കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ച് വിട്ടത് ആളുകളാണ്. അങ്ങനെ എത്ര ഹിഫ്ദുൽ ഖുർആൻ കോളേജ്. ഇവിടെ ചാത്തമംഗലത്തിനടുത്ത് ഒരു സ്ഥലം തഹ്ഫീദുൽ ഖുർആൻ കോളേജിന് വേണ്ടി ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചെന്ന് അതിന്റെ മാലിക്കിനെ കാണാൻ ചെന്നു. ആ മാലിക്ക് ആരോ ആവട്ടെ, മാലിക്ക് ആരായാലും ആ സ്ഥലം വാങ്ങുമ്പോ അതിന്റെ ഉടമസ്ഥൻ വേണ്ടേ, ആ ഉടമസ്ഥനോട് സംസാരിക്കണ്ടേ. ഇതേ ഉള്ളൂ അതില്, എന്നല്ലാതെ അതിന്റെ അപ്പുറം അതിലൊന്നുമില്ല. അങ്ങനെ ചെല്ലുമ്പോ ചിലപ്പോ ഒരാളെ വീണ് വിട്ടുമ്പോ ഇങ്ങോട്ട് മാലയിടലും, ചിലപ്പോ ആ മാലെടുത്ത് അങ്ങോട്ട് തന്നെ കൊടുക്കലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പാടെ കണ്ടു കാണുന്നേ പള്ളിയിൽ അച്ഛന്റെ അടുത്ത് പോയിട്ട് കണ്ട് ക്രിസ്ത്യാനിയായി എന്ന് പറയണ്ട. അമ്പലത്തിലെ മേൽശാന്തിനെ കണ്ടിട്ട് അത് മേൽശാന്തിയായി എന്ന് പറയണ്ട. എത്ര മന്ത്രിമാരെ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓല് ചിലപ്പോ മാലം കെട്ടിട്ടാണ്, ചിലവരൊക്കെ ഫോട്ടോ എടുത്താണ്, വീഡിയോ എടുത്തിട്ട് കാന്തപുരം ഇവിടെ വന്നിനി പറഞ്ഞിട്ട് ഓലൊക്കെ എന്തുണ്ട് അഭിമാനപൂർവ്വം അത് കാണിക്കാറുണ്ട്. എന്ന മാതിരി ഒരു മാലിക്കിന്റെ അടുത്ത്, ഒരു ഭൂമിയുടെ മാലിക് ഉടമസ്ഥന്റെ അടുത്ത് ഒരു ഭൂമിയുടെ ആവശ്യം തഹ്ഫീദുൽ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ അതും പരസ്യമായിട്ട് തന്റെ സേവകന്മാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, ഖാദിമീങ്ങളുണ്ട്. വലിയ രഹസ്യമായിട്ട് പോവാണെങ്കിൽ പിന്നെ ഒറ്റക്കല്ല പോവുക. അത് ഒരു വട്ടല്ല പോയത്, ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെങ്കിൽ മാത്രല്ല, ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് നമ്മൾ മാറ്റി നിർത്താൻ പറഞ്ഞ ഒരാളുണ്ട് കൂട്ടത്തില്. പിറ്റത്തെ പ്രാവശ്യം അയാൾ വിളിച്ചു ഇതുമായി സംസാരിക്കാൻ. അത് ആർക്കോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ സ്ഥലം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കട്ടെ, അതിന്റെ ഇടയിൽ നമുക്ക് പറയാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരിക്കൽ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു ഞങ്ങള് തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരാളുണ്ട്. ഞാൻ നാളെ അവിടെ വന്നപ്പോ അയാൾ അവിടെ ഉണ്ട്, അയാൾ അവിടേക്ക് വരുത്താൻ പാടില്ല. അതിനെ പിറ്റത്തെ പോലെ അയാളെ വരുത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പറയേണ്ടത് അപ്പപ്പോൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എന്തല്ല രഹസ്യമായിട്ട് എന്തോ സംഗതിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ ആളുകളെ പറ്റിച്ച് ദീനിന്റെ പേരിൽ ഉലമായിനെ ഗീബത്ത് പറഞ്ഞ് വലിയ വലിയ ആലിമീങ്ങളെ ഗീബത്ത് പറയാൻ സാധാരണക്കാരെ പ്രേരിപ്പിച്ച് എന്തിന് നരകം വാങ്ങണം? അതേ പറയാനുള്ളൂ. ബാക്കി ഇൻഷാല്ല ഞാൻ ഇപ്പൊ അതേ പറയണുള്ളൂ. ബാക്കി ഇൻഷാല്ല അതിന്റെ ബാക്കിയുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട്. മൈസൂർ കല്യാണത്തിൻ്റെതുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. പിന്നെ ഇതൊന്നും ഇപ്പൊ ഒരു നല്ല കാര്യമൊന്നും അല്ലല്ലോ. ഒരാള് തെറ്റ് ചെയ്താൽ അത് പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല. പരസ്യമായിട്ട് വിളിച്ചാൽ എനിക്കിത് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത്. അതേ സമയത്ത് തെറ്റിദ്ധരിപ്പിക്കല്ലോ, ആളുകളുടെ ഈമാന് കുഴപ്പമുണ്ടാക്കല്ലോ, അപ്പൊ അത് പറയൽ നിർബന്ധമല്ല. എന്നല്ലാതെ ആര് തെറ്റ് ചെയ്താലും നമ്മളത് പരസ്യമായിട്ട് പറയണ്ട. ഒരു തെറ്റാണെങ്കിൽ തന്നെ പറയണ്ട. അതല്ലേ ഗീബത്ത് എന്ന് പറഞ്ഞത്. ഒരാൾക്ക് വെറുപ്പുള്ള കാര്യം അത് ഉള്ളത് പറയൽ തന്നെയല്ലേ ഗീബത്ത് എന്ന് പറഞ്ഞത്.
അങ്ങനെ വെറുതെ ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? അള്ളാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ശൈഖുന തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു. ഒരിക്കൽ എന്തേ പറഞ്ഞത്? ഞാനിങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ ശൈഖുന എന്നോട് പറയാ, ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പം എന്നോട് അദ്ദേഹം നിസ്കരിക്കലില്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ അതും ചോദിച്ചു, നിസ്കരിക്കലില്ലല്ലേ? അത് നിസ്കരിക്കാഞ്ഞാൽ വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ അയാൾ തിരിച്ചു പറഞ്ഞല്ലോ, നിസ്കരിക്കാഞ്ഞാൽ പ്രശ്നമൊന്നുമല്ല, നിസ്കരിക്കാത്താൻ അടിക്കും വേണമെന്ന് തിരിച്ചു പറഞ്ഞു എന്നോട് എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്തൊരു ആവശ്യത്തിന് ചെന്ന് വിചാരിച്ചാണ്ട് ആദർശം ചോദിക്കുകയോ പറയാതിരിക്കുകയോ അതും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് അതിന്റെ. ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ഞാനത് ആ വിഷയം ഇവിടെ വെറുതെ ഇൽത്തിബാസാക്കുന്നുണ്ട്. ആ വിഷയം അതാണ് അതിന്റെ ഹക്ക്, അത് പറഞ്ഞോ എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ അത് പറഞ്ഞത് എന്താ, ഇവിടെ വെച്ച് തന്നെ ഇത് പറയാനും കാരണം എന്താ, ഇത് കോളിക്കല. ഷെയ്ഖുന ഇവിടെ ഓതി പഠിച്ച അമ്പിച്ചാലിസ്താനടുത്ത് എന്നല്ല, ഷെയ്ഖുന ഇവിടെ ദർസും നടത്തിയിട്ടുണ്ട്. അന്ന് ഇവിടെ ഓതി പഠിച്ച് ദർസും നടത്തി ലോകപണ്ഡിതനായ ആ ഷെയ്ഖുനാനെ പറ്റി വേണ്ടാത്തരം പറഞ്ഞിട്ട് നടക്കുമ്പോ ഇവിടെ തന്നെയല്ലേ അത് പറയേണ്ടത്? എന്നല്ല, കൂട്ടത്തിൽ ചെറിയ പിസ്താദും ഉണ്ട്. ആ ചെറിയ പിസ്താദും ഇവിടെ ഷെയ്ഖുനാന്റെ അടുത്ത് ഓതി പഠിച്ചത് ഈ കോളിക്കല്ലേ. അപ്പൊ രണ്ടാളും ഇവിടെ പറയാനാണ് ഏറ്റവും നല്ലത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവരുടെ ഒക്കെ തണലേറെക്കാലം നമുക്ക് നീട്ടിത്തരട്ടെ. അതേ സമയത്ത് ശരീഅത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും, ശരീഅത്തിനെതിരായി ആര് പറഞ്ഞാലും അവിടെ ആളെ ചെറുപ്പ വലുപ്പം നോക്കില്ല, അവിടെ മുതലാളിയാണോ അധികാരിയാണോ എന്ന് നോക്കില്ല. അത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ അറിയുന്നവർക്കറിയാം. അവിടെ നമ്മൾ ചെറുപ്പത്തിലെ കണ്ടതാണ്. 1 കൊല്ലമല്ല 2 കൊല്ലമല്ല, ശൈഖുനായുടെ ജീവിതകാലം മുഴുവനും ഈ കേരളം അനുഭവിച്ചതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് പച്ചയായ തുറന്ന പുസ്തകമാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. എവിടെയും ഒളിഞ്ഞു പോകേണ്ടുന്ന ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല, എവിടെയും തലതാഴ്ത്തേണ്ടുന്ന അവസ്ഥ വന്നിട്ടില്ല. ആ ശൈഖുന കാന്തപുരം ഉസ്താദ് ഈ ഉമ്മത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല അധികാരികളെയും കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ പറഞ്ഞു, പല മറ്റു മതങ്ങളിൽ നിന്ന് മർക്കസിന്റെ സ്ഥലം തന്നെ വാങ്ങിയത് ആരോട് ആദ്യം, അതുപോലെ എത്ര ആളോട് വാങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്.